വെൽക്കം ബാക്ക്. നമ്മൾ ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ പാർട്ട് 2ലേക്ക് കടക്കുകയാണ്. ഈ സെഷനിൽ നമ്മൾ ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയി പരിഗണിക്കും. നമ്മൾ ഓൾറെഡി ലോസ് ഓഫ് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടു കഴിഞ്ഞു. നമുക്ക് അത് റീകോൾ ചെയ്യാം. ഒന്നാമത്തെ ലോ ഇതാണ്: ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റ് ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. Which means that there is no time delay between the incidence of photon and emission of electron. ഈ ഒരു ഫാക്റ്റിനെ, ഈ ഒരു ഒബ്സർവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായി ലൈറ്റിൻ്റെ അന്നത്തെ തിയറിയായ വേവ് തിയറിക്ക് സാധിച്ചില്ല. നമ്മൾ ആ കാര്യങ്ങളെ ഒന്ന് നോക്കാം. വേവ് തിയറി പറയുന്നത് ലൈറ്റ് അതിൻ്റെ എനർജി വേവ് ഫ്രണ്ടിൽ മുഴുവൻ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലൈറ്റിൻ്റെ വേവ് ഫ്രണ്ടുമായി ഇൻ്ററാക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാൻ ആവശ്യമായ എനർജി ലഭിക്കണമെങ്കിൽ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. ഇത് ഇങ്ങനെയാണ്: നമ്മളൊരു ടാപ്പ് തുറന്ന് അതിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കളക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കാത്തിരുന്നെങ്കിൽ മാത്രമേ ബക്കറ്റ് നിറയുള്ളൂ. ഇതേപോലെ വേവ് ആണെങ്കിൽ, ലൈറ്റ് വേവ് ആണെങ്കിൽ എനർജി വേവ് ഫ്രണ്ടിൽ സ്പ്രെഡ് ചെയ്തതായതുകൊണ്ട് ഒരു ചെറിയ ഭാഗത്തുകൂടി, ഒരു ഇലക്ട്രോണിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ഭാഗത്തുകൂടി വളരെ കുറച്ച് എനർജിയെ ഒഴുകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന, ഇലക്ട്രോണിന് കിട്ടുന്ന എനർജി വളരെ കുറവാണ്. സോ ഇറ്റ് ഹാസ് ടു വെയിറ്റ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം to get sufficient energy to leave the metal. നമുക്കൊരു ന്യൂമറിക്കലി ഈ കാര്യത്തെ കൺസിഡർ ചെയ്യാം. ഒരു ഡിറ്റക്റ്റബിൾ ഫോട്ടോ ഇലക്ട്രോൺ കറണ്ട് കിട്ടണമെങ്കിൽ ഒരു 10⁻⁶ watts per meter square of electromagnetic energy is absorbed by a sodium surface. 10⁻⁶ watts എന്ന് പറയുമ്പോൾ 10⁻�6 joule in a second per meter square. അപ്പോൾ 1 മീറ്റർ നീളവും വീതിയുമുള്ള ഒരു ഏരിയയിൽ ഒരു സെക്കൻഡിൽ 10⁻⁻6 ജൂൾ ഓഫ് എനർജി വരിക എന്നാണ് 10⁻⁻6 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ലെയർ ഓഫ് സോഡിയം ആറ്റം, അതിൻ്റെ തിക്നെസ് 1 ആറ്റം തിക്കാണ്, അതിൻ്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് കരുതുക. ഇങ്ങനെയുള്ള ഒരു ലെയർ ഓഫ് സോഡിയം കണ്ടെയ്ൻസ് 10⁻⁹ ആറ്റംസ്. 10⁻⁹ ആറ്റംസ്. അപ്പോൾ ഒരു ആറ്റത്തിന് എത്ര എനർജി കിട്ടുമെന്ന് നോക്കാം. 10⁻⁻6 ജൂള് 1 മീറ്റർ സ്ക്വയറിൽ, അതിൽ 10⁻⁹ ആറ്റംസ്. അപ്പോൾ 10⁻⁹ ആറ്റംസിനാണ് 10⁻⁻6 ജൂൾ ഓഫ് എനർജി ഒരു സെക്കൻഡിൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 10⁻⁻6 ഡിവൈഡഡ് ബൈ 10⁻⁹, ദാറ്റ് ഈസ് 10⁻⁻25 വാട്ട്സ്, അതായത് 10⁻⁻25 ജൂൾ ഓഫ് എനർജി ഇന്നെ സെക്കൻഡ് കിട്ടും. ബട്ട് നമുക്കറിയാം, ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യണമെങ്കിൽ ഫ്യൂ ഇലക്ട്രോൺ വോൾട്ട് വേണം, അതായത് 10⁻⁻19 ജൂൾ ഓഫ് എനർജി. ഫ്യൂ ഇലക്ട്രോൺ വോൾട്ട് മീൻസ് ഫ്യൂ ഇൻറ്റു 10⁻⁻19. അപ്പോൾ ഇറ്റ് ഹാസ് ടു വെയിറ്റ് ഫോർ എ മന്ത്. ഈ റേറ്റിൽ നമുക്ക് ഇലക്ട്രോണിന് ഫ്യൂ ഇലക്ട്രോൺ വോൾട്ട് കിട്ടണമെങ്കിൽ, പുറത്തേക്ക് വരാൻ ആവശ്യമായ എനർജി കിട്ടണമെങ്കിൽ ഇറ്റ് ഹാവ് ടു വെയിറ്റ് ഓവർ എ മന്ത്, ഒരു മാസത്തിൽ കൂടുതൽ കാത്തു നിൽക്കണം. ഇതാണ് വേവ് തിയറിയുടെ പ്രഡിക്ഷൻ. എന്നാൽ ഒബ്സർവേഷൻ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആണ്. ഇൻസിഡൻസ് ആൻഡ് എമിഷൻ ഒക്കേഴ്സ് വിത്തൗട്ട് എനി ഡിലേ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായി വേവ് തിയറിക്ക് കഴിഞ്ഞില്ല. ലെറ്റ് us consider the second phenomenon. സെക്കൻഡ് ഫിനോമിനൻ പറയുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇന്റൻസിറ്റി, the photoelectron have the same kinetic energy if they have the same frequency. അപ്പോൾ ഏത് ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റിനും എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. പക്ഷെ വേവ് തിയറി അങ്ങനെയല്ല പറയുന്നത്. വേവ് തിയറി പറയുന്നത് ഇന്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൂടുതൽ എനർജി ഒഴുകുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബ്രൈറ്റ് ലൈറ്റ് അഥവാ ഇൻറ്റൻസ് ലൈറ്റിന് കൂടുതൽ എനർജി ക്യാരി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ബ്രൈറ്റ്
ലൈറ്റ് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ ഫാക്റ്റും അതായത് ഫ്രീക്വൻസി സെയിം ആയിരിക്കുന്നിടത്തോളം കാലം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻറ്റൻസിറ്റി കൈനറ്റിക് എനർജി സെയിം എന്നുള്ള ഫാക്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മുടെ വേവ് തിയറിക്ക് കഴിഞ്ഞില്ല. ആൻഡ് ദ തേർഡ് വൺ, ഫ്രീക്വൻസി കൂടുന്തോറും എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എനർജിയും കൂടുന്നു. എഗെയിൻ വേവ് തിയറിക്ക് ഇത് പറ്റില്ല. കാരണം ഒരു വേവ് ക്യാരി ചെയ്യുന്ന എനർജി തീരുമാനിക്കുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ ഇൻറ്റൻസിറ്റിയാണ്, നോട്ട് ദ ഫ്രീക്വൻസി. മോറോവർ ഒരു മിനിമം ഫ്രീക്വൻസി, ത്രെഷോൾഡ് ഓർ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി വേണമെന്നുള്ളതും വേവ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഫിനോമിനനും ഈ ഫാക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേവ് തിയറിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഐൻസ്റ്റീൻ ആണ് ഇതിന് പിന്നിലുള്ള ആള്. അപ്പോൾ ഇൻ 1905 Einstein realized that photoelectric effect could be understood if the energy in light is not spread over the wavefront. Please note this point. Energy of light is not spread over wavefronts. Pinya is not spread over wavefronts. Pinya is concentrated in small packets called photons. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് ഐൻസ്റ്റീന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ക്വാണ്ടം തിയറിയുടെ പ്രൊപ്പോസർ എന്ന് പറയുന്നത് മാക്സ് പ്ലാങ്ക് ആണ്. പ്ലാങ്കിന്റെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ക്വാണ്ടൈസ്ഡ് നേച്ചർ ഓഫ് റേഡിയേഷൻ വരുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് പ്ലാങ്ക് പറയുന്നത് ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പാക്കറ്റ്സ് ഓഫ് എനർജി ആയി എമിറ്റ് ചെയ്യുമെന്നാണ്. ഐൻസ്റ്റീൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റേഡിയേഷൻ എനർജി ഇറ്റ്സെൽഫ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നു. അപ്പോൾ എനർജി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല, മറിച്ച് പാക്കറ്റുകളായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പ്രപ്പോസ് ചെയ്യുന്നു. ഈ പാക്കറ്റിനെ ഫോട്ടോണുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ടേം ആദ്യമായി കോയിൻ ചെയ്തത് ഗിൽബർട്ട് ലൂയിസ് എന്ന കെമിസിസ്റ്റ് ആണ് ഇൻ 1926. ഓൾറൈറ്റ്, ഇനി ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഇങ്ങനെയാണ് പറയുന്നത്. ഓരോ പാക്കറ്റിന്റെയും എനർജി തീരുമാനിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഓർക്ക് വേവ് തിയറിയിലെ എനർജി carried by a wave is determined by its amplitude, whereas in quantum theory of light the energy carried by a photon, the packet of energy, is determined by the frequency. In fact, it is proportional to the frequency and is equal to h nu. The energy is h nu, where h is Planck's constant. Planck വിചാരിച്ചിരുന്നത് ഒരു this point will be explained when we deal with Planck's radiation formula for black body radiation. Einstein വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ Einstein quantum theory of light കൊണ്ടുവന്നത് എങ്ങനെയാണ്, energy was not only given to the electromagnetic waves in separate quanta but also carried by the waves in separate quanta. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, only given to electromagnetic waves in separate quanta എന്നുള്ളത് നമ്മളുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ എക്സ്പ്ലനേഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഈ ഒബ്സർവേഷനുകൾ നമ്മൾ കണ്ട 3 ഒബ്സർവേഷനുകളും ഐൻസ്റ്റീൻ്റെ ഈ ക്വാണ്ടം തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇതൊരു ഇൻസ്റ്റന്റേനിയസ് ആണെന്നായിരുന്നു പറഞ്ഞത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്നായിരുന്നു പറഞ്ഞത്. നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എനർജി ക്യാരി ചെയ്യുന്നത് പാക്കറ്റ്സ് ആയിട്ടായതുകൊണ്ട് ഒരു ഇലക്ട്രോണിന് ഒരു പാക്കറ്റ് ഓഫ് എനർജി അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്ന ആ മൊമെന്റിൽ അതിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുകയും അത് മെറ്റലിൽ നിന്ന് ഫ്രീ ആവുകയും പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയും ചെയ്യും. വേവ് തിയറി ആയിരുന്നെങ്കിൽ എനർജി ഇങ്ങനെ തുടർച്ചയായി അനസ്യൂതം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കണ്ടിന്യൂസ് ഫ്ലോയിൽ നിന്ന് ആവശ്യമായ എനർജി കിട്ടാൻ വെയിറ്റ് ചെയ്യണം എന്നാണ് വേവ് തിയറി പറയുന്നത്.
എന്നാൽ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് പറയുന്നത് പാക്കറ്റ് ആയിട്ടാണ്. സോ an electron can absorb a packet in no time and therefore can get released from the metal surface. രണ്ടാമത്തെ ഫിനോമിനൻ പറയുന്നത് എല്ലാ ഫോട്ടോണുകളുടെയും എനർജി തീരുമാനിക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസി ആയതുകൊണ്ട് ചേഞ്ചിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ലൈറ്റ്, ഒരു സിംഗിൾ ഫ്രീക്വൻസി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നാൽ വി ആർ നോട്ട് ചേഞ്ചിങ് ദ ഫ്രീക്വൻസി, ഇൻസ്റ്റെഡ് വി ആർ ചേഞ്ചിങ് ദ ആംപ്ലിറ്റ്യൂഡ്. റൈറ്റ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ക്വാണ്ടം തിയറി വെച്ചിട്ട് മോർ ഫോട്ടോൺസ് ആർ ദർ ഇൻ ദ ബീം എന്നാണ് അർത്ഥം. അപ്പോൾ കൂടുതൽ ഫോട്ടോണുകൾ, എണ്ണം കൂടുക എന്നാണ് അർത്ഥം. ഫോട്ടോണുകളുടെ എണ്ണം കൂടുക എന്നാണ് അർത്ഥം. എന്നാൽ ഓരോ പാക്കറ്റും കണ്ടെയ്ൻ ചെയ്യുന്ന എനർജി വിൽ ബി ദ സെയിം. ഓക്കെ, സോറി. അതുകൊണ്ട് തന്നെ ഒരേ ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോണുകൾ എമിറ്റ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണുകൾക്കും സെയിം എനർജിയാണ്. കാരണം ഇലക്ട്രോണുകൾക്ക് കിട്ടുന്ന പാക്കറ്റ് ഓഫ് എനർജി സെയിം ആണ്. ഇനി ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ഫോട്ടോണുകളെ ഉപയോഗിച്ചുകൊണ്ട് മെറ്റൽ സർഫസിനെ ഹിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ 2 ഫോട്ടോണുകൾക്ക് 2 എണ്ണത്തെയും 10 ഫോട്ടോണുകൾക്ക് 10 ഇലക്ട്രോണുകളെയും എമിറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ വന്ന് തട്ടുന്ന ഫോട്ടോണുകളുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടുന്നു. ഇനി ഫ്രീക്വൻസി കൂടുന്തോറും അത് ക്യാരി ചെയ്യുന്ന എനർജി, ഫോട്ടോൺ ക്യാരി ചെയ്യുന്ന എനർജി കൂടുന്നത് കൊണ്ട് ഇലക്ട്രോണിന് ലഭിക്കുന്ന എനർജിയും കൂടുന്നു. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾക്ക് കൂടുതൽ എനർജി ഉണ്ടാവുകയും ചെയ്യും. വളരെ ലളിതമായി ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തു. Now we have to explain one more thing, why there is a critical frequency. അത് പറയണമെങ്കിൽ നമുക്ക് വർക്ക് ഫംഗ്ഷൻ എന്ന ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. വർക്ക് ഫംഗ്ഷൻ എന്നാൽ ഒരു മെറ്റൽ സർഫസിലെ ഫ്രീ ഇലക്ട്രോണുകൾ. പ്ലീസ് നോട്ട് ദാറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ആക്ച്വലി എമിറ്റിംഗ് ഫ്രം ദ സർഫസ്. ഫ്രീ ഇലക്ട്രോൺസ് എന്നാൽ എന്താണെന്ന് അറിയാം. നമുക്കറിയാം മെറ്റൽസിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് മെറ്റൽസിനുള്ളിൽ എവിടെയും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത്തരം ഇലക്ട്രോണുകളെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണമായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതായിരിക്കും അതിലെ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള, കമ്പാരിറ്റീവ്ലി ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. They are not bounded to the atoms, they are actually bounded to the entire substance. ബൾക്ക് ബാറ്ററുമായിട്ട് ബൗണ്ടഡ് ആയിരിക്കും, മെറ്റലിനോട് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ അത്തരം ഇലക്ട്രോണുകൾ റിലീസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട മിനിമം എനർജീനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഓരോ മെറ്റലിനും ഡിഫറെൻ്റ് ആണ്. ഓരോ മെറ്റലിൻ്റെയും വർക്ക് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ എടുക്കാം. സീഷ്യത്തിന് 1.9 EV ആണ്. അപ്പോൾ 1.9 EV എങ്കിലും ഉള്ള ഒരു ഫോട്ടോണിന് മാത്രമേ ഒരു ഇലക്ട്രോണിനെ എജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1.9 EV വേണമെങ്കിൽ there must be a minimum frequency. So we can have a relation connecting the threshold frequency nu0 and the work function phi, as phi is equal to the energy of the photon of frequency nu0, that is h nu0. ചില മെറ്റലുകളുടെ വർക്ക് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വർക്ക് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നാൽ എനർജി റിക്വയർഡ് ടു മൂവ് 1 ഇലക്ട്രോൺ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട്. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള 2 പോയിന്റുകൾക്കിടയിൽ ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് 1 EV. ന്യൂമറിക്കലി ഇത് ഈസ് 1.6 × 10⁻⁹ ആണ്. ഇനി ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇത് വളരെ ലളിതമായ ഒരു ഇക്വേഷൻ ആണ്. When a photon of suitable energy falls on a metal surface, what happens? It absorbs the photon. അപ്പോൾ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പാക്കറ്റ് ഓഫ് എനർജി ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് മേളിലൊരു ഫോട്ടോൺ വന്ന് തട്ടുമ്പോൾ ആ ഫോട്ടോണിനെ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഈ എനർജിയുടെ ഒരു ഭാഗം നമ്മളുടെ ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യാൻ ആവശ്യമായ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും, ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കും. ബാക്കി എനർജി കൈനറ്റിക് എനർജിയായി അതിൻ്റെ കൂടെ ഉണ്ടാവും. ആസ് ആൻ എക്സാമ്പിൾ, 2 EV ആണ് ഒരു പെർട്ടിക്കുലർ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എങ്കിൽ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി 3 EV ആണെങ്കിൽ 2 EV ഈസ് യൂസ്ഡ് ഫോർ റിലീസിങ്, ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ. The remaining one is
is manipulated as the kinetic energy of the photoelectron. So this is the thing. അപ്പോൾ ഇത് വളരെ ലളിതമായ ഒരു കോൺസെപ്റ്റ് ആണ്. കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് വളരെ ലളിതമായി പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഫോട്ടോണിനെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊരു ഇലാസ്റ്റിക് കൊളിഷൻ ആണെന്നും ഈ ഇലാസ്റ്റിക് കൊളിഷനിൽ കംപ്ലീറ്റ് ഫോട്ടോൺ അബ്സോർപ്ഷൻ നടക്കുകയാണെന്നാണ് നമ്മളിവിടെ കരുതുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് എനർജീനെ ബാലൻസ് ചെയ്യാം. വരുന്ന എനർജി എച്ചിന്, അതിൻ്റെ ഒരു ഭാഗം വർക്ക് ഫംഗ്ഷനായും ബാക്കി കൈനറ്റിക് എനർജി മാക്സ് ആയി മാറുന്നു. At this point, I have to explain why it's not kinetic energy instead of kinetic energy. Why it is kinetic energy max instead of simply kinetic energy. എന്താ ഒരു മാക്സ്? അതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മെറ്റലിന്റെ സർഫസിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ് ഇത്തരത്തിൽ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ഫംഗ്ഷന് ശേഷം ബാക്കിയുള്ളതൊക്കെ കൈനറ്റിക് എനർജിയായി മാറും. എന്നാൽ ഒരു ആറ്റം ലെവലിലും താഴെയാണ് ഈ ഇലക്ട്രോൺ ഉണ്ടാവുന്നത് എന്ന് കരുതുക. ഈ ഇലക്ട്രോൺ ഈ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്ത് മെറ്റലിന്റെ സർഫസിലേക്ക് പോകുന്ന വഴിക്ക് മറ്റ് ഇലക്ട്രോണുകളോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും അവരുടെ എനർജി അങ്ങനെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ മാക്സിമം കൈനറ്റിക് എനർജിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ സർഫസിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുറത്തേക്ക് വരാൻ ആകെ വർക്ക് ഫംഗ്ഷൻ മതി. എന്നാൽ ഉള്ളിലുള്ള ഒരു ഇലക്ട്രോണിന് പുറത്തേക്ക് വരാൻ 5 മതിയാവില്ല, കുറെ കൂടി എനർജി വേണ്ടി വരും. ഓൾറൈറ്റ്, അപ്പോൾ h nu is equal to kinetic energy max plus work function. And please see, Einstein bagged Nobel Prize in 1921 for this seemingly silly equation. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഹെർട്സ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റിന്റെ വേവ് തിയറി മാത്രമേ ലൈറ്റിന് സ്യൂട്ടബിൾ ആവൂ എന്നുള്ള കണ്ടീഷനാണ്. കാരണം ഇന്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ പോലുള്ള ഫിനോമിനകൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു, എന്നുവെച്ചാൽ കോർപ്പസ്കുലർ തിയറി ഡിസ്കാർഡ് ചെയ്തു. ലൈറ്റ് ഈസ് എസെൻഷ്യലി വേവ് എന്ന് പറഞ്ഞു. വേവ് ആണെങ്കിൽ അതിന്റെ ഇന്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ, ഇന്റർഫെറൻസ്, പോളറൈസേഷൻ അന്ന് അറിയാമായിരുന്ന എല്ലാ ഫിനോമിനൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. മോറോവർ മാക്സ്വെൽ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഒരു വേവ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വേവിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയും. സോ ലൈറ്റിന്റെ വേവ് തിയറി വീണ്ടും അക്സെപ്റ്റൻസ് ആയി. അത് ഹെർട്സ് കൺഫോമേറ്ററി ടെസ്റ്റ് എന്ന രീതിയിലാണ് ഹെർട്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയത്. അപ്പോൾ ആ സമയത്താണ് ലൈറ്റ് ഈസ് എസെൻഷ്യലി വേവ് എന്ന് പ്രൂവ് ചെയ്യാൻ പോയ സമയത്താണ് ഇങ്ങനെ ഒരു ഫിനോമിനൻ ആദ്യമായി ആളുകൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് തിയറിയായ വേവ് തിയറിക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന ഫിനോമിനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, ബാക്കി എല്ലാ ഫിനോമിനൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ വേവ് തിയറി ഈസ് ആൻ അട്ടർ ഫെയിലിയർ, ആസ് വി ഹാവ് സീൻ എർലിയർ. വേവ് തിയറി ഈസ് ആൻ അട്ടർ ഫെയിലിയർ ആൻഡ് ദെർഫോർ cannot be used to explain photoelectric effect. അപ്പോൾ വേവ് തിയറിനെ ഡിസ്കാർഡ് ചെയ്താൽ അതും പ്രശ്നമാണ്, ഉപയോഗിച്ചാൽ അതും പ്രശ്നമാണ്. ഈ ഒരു വലിയ ക്രൈസിസിനെ മാനേജ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യാം. കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു h nu minus 5. Then you can have other form. Nu can be written as c by lambda. നമുക്ക് ഈ ഇക്വേഷനിൽ എവിടെ വേണമെങ്കിലും കൈനറ്റിക് എനർജി മാക്സിമം ഈ CV0 എന്ന് എഴുതാം. നമ്മൾ മുമ്പ് കണ്ടു എങ്ങനെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന കോൺസെപ്റ്റ് വന്നപ്പോൾ ഈ റിലേഷൻ ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് nu0ക്ക് പകരം c by lambda 0 എന്ന് വിളിക്കാം. lambda 0നെ ത്രെഷോൾഡ് ഓർ ക്രിട്ടിക്കൽ വേവ് ലെങ്ത് എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത്. ഇനി കൂടാൻ പാടില്ല. ഇനി ഫോർ വേവ് ലെങ്ത് ലെസ് ദാൻ ത്രെഷോൾഡ് വേവ് ലെങ്ത് emission will takes place. The summary of the photoelectric effect can be something like this. h nu 0 വരികയാണെങ്കിൽ the metal surface electron just releases and its kinetic energy will be 0. If h nu is greater than h nu 0, then it will be released and it will move away from the surface with some kinetic energy equal to h nu minus h nu 0. That's all. Next ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിസിബിൾ സ്പെക്ട്രം ഒരു 4.3 മുതൽ 7.5 into 10⁻14 ഹെർട്സ് വരെയാണുള്ളത്. സോ ദ ക്വാണ്ടം ഓഫ് എനർജി 1.7 eV മുതൽ 3.3 eV വരെയാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും, ദർഫോർ വിസിബിൾ റീജിയൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം സർഫസുകളിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പോസിബിൾ ആണ്. ഫോർ ഇൻസ്റ്റൻസ് 3.3 eV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം വരെയുള്ള എല്ലാ സർഫസുകളിലും
എല്ലാ മെറ്റൽ സർഫസിലും എമിഷൻ പോസിബിൾ ആണ്. Now we'll consider two important things. Find the slope of stopping potential versus frequency. So we already have this graph. X-axis frequency, Y-axis stopping potential. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് മെറ്റൽസിനും μ0 ഡിഫറെൻ്റ് ആണെങ്കിലും they have the same slope. നമുക്ക് ആ സ്ലോപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കാം. We already have the equation kinetic energy max equal to h nu minus y. Kinetic energy max can be, this thing can be rewritten as EV0. Again rearranging V0, stopping potential is h by e into nu minus 5 by e. So comparing with the equation of a straight line, that is y is equal to mx plus e. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ നോക്കൂ എക്സ് ആക്സിൽ ന്യൂ ആണ്, സോ ന്യൂ ആണ്. സോ വൈ ആക്സിസിൽ V0 ആണ്. സോ കമ്പയറിങ് ഇവിടെ വൈയുടെ സ്ഥാനത്ത് V0യും എക്സിൻ്റെ സ്ഥാനത്ത് ന്യൂ ആണ്. സോ കമ്പയറിങ് സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് h by e ആണ്. സോ ദ സ്ലോപ്പ് ഈസ് h by e. സോ ദ y ഇന്റർസെപ്റ്റ് ഈസ് minus 5 by e. Now hope you understood why the slope is same for all metals. ഏത് മെറ്റലിനായാലും എച്ചും ഇയും കോൺസ്റ്റൻസ് ആണ്. Therefore എല്ലാവർക്കും ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ സെയിം സ്ലോപ്പ് ആയിരിക്കും. Now another interesting point is this. This provided an experimental support for Planck's theory. നോക്കൂ, they have practically observed this stopping potential for different frequency and they have this real graph. ഈ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് they measured. അപ്പോൾ തിയററ്റിക്കലി വാട്ട് ഈസ് സ്ലോപ്പ് h by e ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പിനെ e കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ h കിട്ടുമല്ലോ. അങ്ങനെ അവർ മെഷേർഡ് വാല്യൂ ഓഫ് സ്ലോപ്പും മെഷേർഡ് വാല്യൂ ഓഫ് ഇയും ഉപയോഗിച്ചുകൊണ്ട് h കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് സ്ലോപ്പ് ഇൻറ്റു e. ആൻഡ് ദിസ് ഈസ് ഇൻ ഗുഡ് അഗ്രിമെന്റ് വിത്ത് ദ വാല്യൂ പ്രൊപ്പോസ്ഡ് ബൈ മാക്സ് പ്ലാങ്ക്. So this is the first experimental support for Planck's quantum theory of radiation. Good. Now we will do the same thing for another graph, slope of kinetic energy versus frequency. This is very similar. We have the equation kinetic energy max equal to h nu minus 5. So we just compare with the standard equation. We'll get slope is equal to m ന്റെ സ്ഥാനത്ത് ഇവിടെ h ആണ്, same as before. Equation മാറിയെന്നുള്ളൂ. Now you can think why the slope is same for all metals. Now photoelectric effect has got several applications. One is photoelectric cells and the other one is photomultiplier tubes. So we will discuss the applications if time permits. It's an assignment. You may, those who are interested may search the applications of photoelectric cells as well as photomultiplier tubes. Now there is an example. This is again a homework for you. You try this. We will explain the steps, detailed steps in the following session. Thank you all.